രാജീവ് ദേവരാജ് കൂടി നമുക്കൊപ്പം ചേർന്ന് 100 കടക്കുമോ? 100 കടക്കുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ കോൺഗ്രസിന്റെ പട്ടികയിൽ UDFന്റെ പട്ടികയിൽ പെട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ധർമ്മടം, അതുപോലെ തന്നെ ഷൊർണൂർ, എലത്തൂർ, ഈ മണ്ഡലങ്ങളിൽ അത് അങ്ങനെ താഴോട്ട് പോകുമ്പോൾ മാവേലിക്കര ഈ ഇത്തരം മണ്ഡലങ്ങളിൽ കൂടി UDF ലീഡ് ചെയ്യുന്നുണ്ട്. ഈ ലീഡ് അവസാനം വരെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കോട്ടയത്ത് സംസാരിച്ചു. കോട്ടയത്ത് മന്ത്രി VN വാസവൻ പുറകിലാണ്. നീണ്ടൂർ, അതിരമ്പുഴ തുടങ്ങിയ മേഖലകളിലൂടെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത്. ഏറ്റവും അവസാനം വരുമ്പോൾ മാത്രമേ LDFന് വലിയ രീതിയിലുള്ള ലീഡ് നേടാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ളത് അത്ര ശുഭസൂചകമായ ഒരു കാര്യമല്ല. അങ്ങനെ പല മണ്ഡലങ്ങളും UDFന്റെ പട്ടികയിൽ ഇപ്പോൾ ലീഡ് കാണിക്കുന്ന പല മണ്ഡലങ്ങളും ഒരു പക്ഷേ അവസാനം ലീഡ് മറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതേ ട്രെൻഡ് തുടരുകയാണെങ്കിൽ 100 കടക്കുമെന്നുള്ള കാര്യം സംശയം. 91-46 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. ആദ്യ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്കാവിൽ LDF ആണ് മുമ്പിൽ. LDF VK പ്രശാന്ത് 97 വോട്ടുകൾക്ക് വട്ടിയൂർക്കാവിൽ ലീഡ് ചെയ്യുകയാണ്. പറവൂരിൽ ET ടൈസൺ VD സതീശനേക്കാൾ 243 വോട്ടിന് ലീഡ് ചെയ്യുമ്പോൾ തൃശൂർ ഉറപ്പിച്ചു കഴിഞ്ഞു രാജൻ ജെ പല്ലൻ 4157 വോട്ടുകൾക്ക് തൃശൂരിൽ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയ സുനാമിയാണ്. അതുകൂടി പറഞ്ഞു പോകണം. DMK തകർന്നടിയുകയാണ്. സ്റ്റാലിൻ തകർന്നടിയുകയാണ്. TVK തരംഗമാണ്. ബംഗാളിൽ പിന്നിലാണ്. MK സ്റ്റാലിൻ പിന്നിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് സാധാരണ ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? മമതാ ബാനർജി പിന്നിൽ MK സ്റ്റാലിൻ എന്ന 3 മുഖ്യമന്ത്രിമാരാണ് കേട്ടോ. ജനത്തെ സംസ്ഥാനങ്ങളിലെ പിന്നിലാണ്. അല്ല, ഇപ്പോ ഈ ഇത്രയും വലിയൊരു നിലവിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ ഒരു UDF തരംഗം എന്ന് പറയാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ എങ്ങനെയാണ് LDF ലീഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ മറ്റൊന്ന് വട്ടിയൂർക്കാവിൽ ഈ തരംഗമുണ്ടെങ്കിൽ വട്ടിയൂർക്കാവിൽ തിരിച്ച് UDF ലീഡ് ചെയ്യേണ്ടതല്ലേ? അതുപോലെ വൈപ്പിൻ, ഇനിയുമുണ്ട് മണ്ഡലങ്ങൾ, ഗുരുവായൂർ, കുന്നംകുളം, ഇനിയുമുണ്ട് ഈ കോഴിക്കോട് നോർത്ത് ഇത്രയും വലിയൊരു ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ UDF ലീഡ് ചെയ്യേണ്ടതല്ലേ? അഴീക്കോട്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലം, ഈ മണ്ഡലങ്ങളിലൊക്കെ LDF ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പോ കാണുന്ന ഒരു ട്രെൻഡ് അതേപോലെ നിലനിൽക്കണം എന്നില്ല. ഇത് ട്രെൻഡ് അല്ല എന്നതാണോ? അല്ല, കളമശ്ശേരി 760 വോട്ടിന് P രാജീവ് പിന്നിൽ. ഇപ്പോ കാണുന്ന ഈ മണ്ഡലങ്ങളിലെ ലീഡ് നിലയെല്ലാം അതേപോലെ നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഭരണവിരുദ്ധ മന്ത്രിമാർ നോക്കാം. ആകെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് കെ രാജൻ ഉണ്ടോന്നറിയില്ല. കുറെ നേരമായി കെ രാജൻ അപ്ഡേറ്റ് വന്നിട്ട് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി സജി ചെറിയാൻ ലീഡ് ചെയ്യുന്നു. സജി ചെറിയാൻ സേഫ് ആയ സീറ്റ് ആണല്ലോ സ്വാഭാവികമായി. വടകരയിൽ 2ാം റൗണ്ട് പൂർത്തിയായപ്പോൾ KK രമ പിറകിൽ. 2ാം റൗണ്ടിൽ MK ഭാസ്കരൻ ലീഡ് എടുത്തിരിക്കുന്നു. വടകരയിൽ അഴിയൂരും ഏറാമലയും എണ്ണി കഴിഞ്ഞപ്പോൾ KK രമ പിറകിൽ പോകുന്നു. 2ാം റൗണ്ടിൽ MK ഭാസ്കരൻ ലീഡ് എടുത്തിരിക്കുന്നു. UDF സംബന്ധിച്ച് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് KK രമയുടെ കാര്യത്തിൽ. അങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ല. MB ഷൈനി ലീഡ് ഉയർത്തുന്നു. വൈപ്പിനിൽ MB ഷൈനി 1243 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചിറ്റൂരിൽ LDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. 282 വോട്ടിന് LDF ചിറ്റൂരിൽ ലീഡ് ചെയ്യുന്നു. ലീഡുള്ള ആൾ എനിക്ക് തോന്നുന്നു മാത്യു കുഴൽനാടനാണെന്ന് തോന്നുന്നു. 10,000 കടന്നിരിക്കുകയാണ് മാത്യു കുഴൽനാട്. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, പിന്നെ VS ജോയ്. നിലവിൽ വന്നിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ 3 പേരുമാണ് ഭൂരിപക്ഷത്തിൽ ലീഡ് എടുത്തിരിക്കുന്നതിൽ ഏറ്റവും ടോപ്പ് 3. UDF 91, LDF 46, NDA 3. എന്താണ് ഇപ്പോഴത്തെ ടാലി? പ്രസാദും പിന്നിലാണ് കേട്ടോ. P പ്രസാദും നേരത്തെ തന്നെ പിന്നിലാണ്. P പ്രസാദ് നേരത്തെ BJPയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് സൗത്ത് നേരത്തെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യപ്പെടാതെ, എന്നാൽ റനീഷ് വലിയ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കോഴിക്കോട് സൗത്തും പാലക്കാടും നിയമവുമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് BJP മുന്നിട്ട് നിൽക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജിന് ഇതുവരെ ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആരോഗ്യമന്ത്രിയാണ്, മന്ത്രിമണ്ഡലമാണ്. അവിടെ അബിൻ വർക്കി ലീഡ് നിലനിർത്തുകയാണ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും. ഈ കോഴിക്കോട് സൗത്തിൽ റനീഷ് 1ാം റൗണ്ടിലാണെങ്കിലും എങ്ങനെ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെന്ന് അറിയണം. ഏത് മേഖലയാണ്? എനിക്കൊന്ന് കോഴിക്കോട് നിന്ന് നമുക്ക് പെട്ടെന്ന് വിവരം കിട്ടും. പുതിയറ BJP കേന്ദ്രങ്ങളാണ്. മറ്റു 2 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നത് പാലക്കാടും അതുപോലെ തന്നെ നേമത്തുമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് വരുന്നത്. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. കുറ്റിച്ചിറയാണ് വരുന്നത് അടുത്തത്. അവിടെയും അപ്പോൾ T റനീഷിന്
വോട്ട് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ ട്രെൻഡാണ് കോഴിക്കോട് സൗത്തിൽ. ആദ്യം കോഴിക്കോട് സൗത്തിൽ ആദ്യം എണ്ണുന്ന ബൂത്തുകൾ അത് ബി.ജെ.പിക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ബൂത്തുകളാണ്. പക്ഷേ ആദ്യത്തെ മൂന്ന് റൗണ്ട് കഴിഞ്ഞാൽ അവിടെ ഫൈസൽ ബാബു സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ആര് ചോദിച്ചത് കെ രാജന്റെ കാര്യമാണ്. ഒല്ലൂരിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ 2021 വോട്ടിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലീഡാണ്. ഹെൽത്തി ആയിട്ടുള്ള ലീഡാണ് കെ രാജന്. 90ലേക്ക് താഴുന്നു കേട്ടോ, 90ലേക്ക് താഴുന്നു. ചെറിയ മണലൂരിൽ ടി എൻ പ്രതാപൻ പിറകിലേക്ക് പോകുന്നു. പിറകിലേക്ക് പോകുന്നു. സി രവീന്ദ്രനാഥ് മണലൂരിൽ ലീഡ് പിടിക്കുന്നു. അതായത് രണ്ടാം റൗണ്ടിൽ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തുന്നു. 48ലേക്ക് 89-48ലേക്ക് ഉയരുന്നു. 90 താഴേക്ക് പോയി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്ന പല മണ്ഡലങ്ങളിലും LDF ഉറച്ച മണ്ഡലങ്ങൾ എന്ന് കരുതിയ പല മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ലീഡ് മറിയാനുള്ള സാധ്യത ഉണ്ട്.